മക്കാറ് മക്കാറ് ഇത് പോക്കർക്കാന്റെ മക്കാറ്. മക്കാറാണിത് മക്കാറ്, പോക്കർക്കാന്റെ മക്കാറ്. പൊക്കിന് കൊള്ളണ മക്കാറ്, ഇത് കൊള്ളുന്നോർക്കോ ബേജാറ്. മക്കാറാണിത് മക്കാറ്, പോക്കർക്കാന്റെ മക്കാറ്. പൊക്കിന് കൊള്ളണ മക്കാറ്, ഇത് കൊള്ളുന്നോർക്കോ ബേജാറ്. എന്താണ് ചൂടെന്നറിയാം, അല്ലാത്ത ചൂടഞ്ഞ. ഇപ്രാവശ്യം എത്രയോ ഡിഗ്രി കൂടിയെന്നല്ലേ പറയണേ? ചൂട് നല്ല ചൂടപ്പോ അല്ലേ? ഇപ്പൊ കേരളത്തിൽ കോഴിക്കോടൊക്കെ നല്ല, പാലക്കാടിനെക്കാട്ടൊക്കെ കൂടുതലാന്നൊക്കെയാ പറയണേ. ചൂട് കൂടിയാൽ ചൂടോട് ചൂട്, മഴ കൂടിയാൽ മഴയോട് മഴ, വെള്ളപ്പൊക്കമായാൽ വെള്ളപ്പൊക്കത്തോട് വെള്ളം, ഒക്കെ ഒരു നിയന്ത്രണം ഇല്ലാത്ത പോക്കാ. പഠിച്ചോൻ്റെ കളിയല്ലേ, അമ്മാതിരി ആൾക്കാരല്ലേ, എന്നെ പോലുള്ള കൈസാടുകളല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മെക്കെട്ടല്ലേ കയറാ? അല്ല, എന്റെ മെക്കെട്ട് കയറാന്നല്ലേ. അതിൽ വെള്ളം കുടിക്കണ്ടേ? എനിക്ക് ഞാൻ റോഡ് സൈഡിലുള്ള ഒരു സാധനം മേടിച്ച് അടിച്ചു കൊടുക്കും. ഇത് റോഡ് സൈഡിൽ ചളിയിൽ നിന്ന് വാരിക്കാണ്ട് ഓടയിൽ ഉണ്ടാക്കി പാർന്ന വെള്ളമൊന്നുമല്ല, അത് കരിമ്പ് ജ്യൂസാ. അല്ലാന്ന് ഈ വണ്ടിയൊക്കെ പോണ എത്ര പൊടിന്റെ മേലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ പറ്റി പിടിക്കുക? ഇതോ ഇത് നല്ല ഇതിൽ കരിമ്പ് പിഴിഞ്ഞ് ലെവലാക്കി പിഴിഞ്ഞ് ഗ്ലാസ്സിലാക്കി തരിക. ഈ ഓരോരുത്തരെ പിഴിഞ്ഞിങ്ങാണ്ട് ഉണ്ടാക്കണ മാതിരിയല്ല, അത് കരിമ്പാ. അത് പിന്നെ കച്ചവടം ബ്രോക്കറേജും കച്ചവടം. ഇജ്ജ് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരെ പിഴിഞ്ഞിങ്ങാണ്ട്, ഇത് കരിമ്പ് ഇജ്ജ് വേറെ പൈസയായിട്ട് പിഴിഞ്ഞ് പോണ്. എൻ്റെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് പിന്നെ ദാഹം മാറും. എൻ്റെത് പിന്നെ കുടിക്കാം, നമുക്ക് സ്ഥലം പോയി കാണണം. അല്ല, ഇതിപ്പോൾ ഇത് പൊടിയും പടലും ഒക്കെ ഉണ്ടാവുന്ന ഈ ഇന്നാളല്ലേ വേറെ ഏത് അമ്പലത്തിൽ ഉത്സവത്തിന് അന്ന് ജിലേബി പൊയിഞ്ഞുകൊണ്ട് വാങ്ങിക്കോ. ഭയങ്കര ഇഷ്ടം, എൻ്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശർക്കര ജിലേബി, ശർക്കര ജിലേബി അത് എവിടെ കണ്ടാലും മേടിക്കും. ആണല്ലേ? അത് പിന്നെ നേരെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അനക്ക് കൊണ്ടു തരികയാണല്ലോ അല്ലേ? നമ്മള് മുന്നും തന്നെ പോലെ ഉണ്ടാക്കിയിട്ട് തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. അത് പൊടിയും പടലും ഒന്നും ഉണ്ടാവൂല. ഇല്ല, അത് പിന്നെ ഒരു കുഗ്രാമത്തിലെ അങ്ങനത്തെ സ്ഥലങ്ങളല്ലേ. ആ ഉത്സവത്തിന് നടക്കുന്ന ആൾക്കാരെ ഉള്ള ചവിട്ടി പോക്കുന്ന പൊടി കംപ്ലീറ്റ് ആ ജിലേബിന്റെ മുകളിലാണ്. എനിക്ക് പോലും ആ ജിലേബിന്റെ കളറ് ചളീന്റെ കളറാവാൻ കാരണം തന്നെ ശർക്കര കൊണ്ടല്ല, പൊടി മാറിയിട്ടാണ് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒന്നൊന്നര ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര ലാമിനേറ്റ് ചെയ്ത ജിലേബിയാണല്ലോ ഇപ്പൊ ഉണ്ടാവുന്നത്. ലാമിനേറ്റ് ചെയ്ത ജിലേബി? പ്ലാസ്റ്റിക് ശർക്കര അങ്ങനെ കേൾക്കല്ല, ഈ പൊടിച്ചതൊന്നും കേട്ടില്ല, കണ്ടില്ല. ശർക്കര ജിലേബിയില് പ്ലാസ്റ്റിക് മിക്സ് ചെയ്യാ. അത് എന്തിനാന്നറിയാം? പൊട്ടി ഇങ്ങനെ പൊട്ടാന്ന് പൊട്ടുമല്ലോ, കടിക്കുമ്പോ കറുമുറെന്ന് പറയല്ലോ. മറ്റേതാകുമ്പോ സാധു മാതിരിയാണല്ലോ ഉണ്ടാവുക, കൊഴിഞ്ഞെടുക്കണം. ഇതാകുമ്പോ പടപടേന്ന് പൊട്ടു. അപ്പൊ നിങ്ങൾ പറയാ എന്താ ജിലേബി, എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇതന്നെ ഇഷ്ടം, എൻ്റെ മക്കൾക്ക് ഇതന്നെ ഇഷ്ടം. അവസാനം ഇഷ്ടം എന്ന് പറഞ്ഞാണ്ട് അവസാനം കക്കൂസ് പോകുമ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും നിങ്ങൾ തൂറുക. അതന്നെയാണ് ഇതിന്റെ മുകളിൽ ഒരു ലാമിനേറ്റ് ചെയ്ത മാതിരി ഉണ്ടാവും സാധനല്ലേ? അങ്ങനെ തന്നെ. ഇങ്ങനൊക്കെ തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം? അതന്നെ, ഇത് ജനങ്ങളെ പണി. അത് വിൽപ്പനക്കാർ വന്നങ്ങോട്ട് ഒരാഴ്ച ചിലപ്പോൾ 10 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് കൊട്ടേഷൻ വല്ല അമ്പലോ പള്ളിയിൽ നിന്നോ മേടിച്ചു. എന്നിട്ട് ഇവർ ഈ ചെമ്പിൽ കലക്കുന്നത് സാധനം പ്ലാസ്റ്റിക് മിക്സ് ചെയ്തിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ട് ജനങ്ങൾ എന്തൊരു പാവാണ്ട് ഇതൊക്കെ. ഇവനൊക്കെ മക്കളെ പോറ്റുന്നത് ഈ പ്ലാസ്റ്റിക് വേറെ മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ടല്ലേ? ഓരെ കൊണ്ട് വേറെ പ്ലാസ്റ്റിക് മറ്റുള്ളവർ തിന്നിപ്പിക്കും. അത് ഓനോട് ഓൻ്റെ മക്കളോട് 2 ജിലേബി തിന്നാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഓർക്ക് പൊതുവെ അത് കണ്ട് ശീലമായിട്ട് തിന്നൂല. ഇതൊന്നല്ല, സ്വന്തം മക്കൾക്ക് പ്ലാസ്റ്റിക് തിന്നാൻ കൊടുക്കാൻ പേടിയാണ്. ആരാൻ്റെ മക്കൾക്ക് എന്തായിക്കോട്ടെ തിന്നിട്ടോടെ തിന്ന് ചത്തോട്ടെ വയ്യത്തായിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല. അതാണ് ലോകം. ആളുകൾ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി മായം കലർത്തുന്ന മായും ചായയും ഒക്കെ നന്ന്. നമ്മൾ പറയണ എന്താ അറിയാം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് കടിക്കണ നായിനെ വാങ്ങണായിരിക്കാം. പൈസ കൊടുത്ത് കടിക്കണ നായ ആടോ, നിങ്ങൾ പൈസ കൊടുത്തിട്ട് സൂക്കേട് വാങ്ങല്ലേ? മക്കാറാണിത് മക്കാറ്, പുകർത്താൻ്റെ മക്കാറ്. പൊക്കിന് കൊള്ളണ മക്കാറ്, ഇത് കൊള്ളുന്നോർക്കോ ബേജാറ്.